അതായത് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് ടി വി മാധ്യമങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലം. അന്ന് ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് സൈക്കിളേജിൻ്റെ പരിപാടിയാണ്. ഈ പരിപാടി എവിടെ ഉണ്ടെങ്കിലും അന്നൊക്കെ ഞങ്ങൾ കുഞ്ഞാണ്, ഞങ്ങൾ ഓടിയെത്തുമായിരുന്നു ഈ പ്രോഗ്രാം കാണാൻ വേണ്ടി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ആശ്ചര്യപ്പെടുത്തുന്ന പരിപാടിയായിരുന്നു. ഡാൻസുകളും അതേപോലെ തന്നെ അഭ്യാസ പ്രകടനങ്ങളും അങ്ങനെ ഒത്തിരി പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ക്രേസ് ചെയ്തു. പിന്നീട് ഇത് ഈ 50 വർഷങ്ങൾക്ക് ശേഷം പുതുതലമുറകൾക്ക് ഇതെന്താണ് പരിപാടി എന്നുള്ളതാണ് എന്താ ഇതിനെ കറക്റ്റ് പറയാ? ഇതിന് സൈക്കിൾ യജ്ഞം എന്നാണ് പറയുന്നത്. തെരുവ് സർക്കസ് ഇതല്ല, അല്ല, അത് വേറെ. ഇതെന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലം ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അവിടെ ഒരു 7 ദിവസമോ 9 ദിവസമോ 10 ദിവസമോ നമ്മൾ ഈ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കും. ഇത്രയും ദിവസം നമ്മൾ അവിടെ തന്നെ കഴിഞ്ഞുകൂടുകയും ചെയ്യും. അപ്പോൾ ഈ അതെ, ഈ സൈക്കിൾ എല്ലാ വീട്ടിലും ഓരോ ദിവസവും ആഹാരം അവിടെ നിന്നാണ് വരുന്നത്. 50 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ SSLC പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ സൈക്കിളോജിത്തിനാണ് കട. ഞാനാണ് ഇതിന് നേതൃത്വം. ഈ ഒരു കലയ്ക്ക് പ്രാധാന്യം ഉണ്ടോ ഇന്നത്തെ കാലത്ത് ഇതിനൊരു പ്രാധാന്യമില്ല, ഒന്നുമില്ല. കാരണം അല്ല, ആരുമില്ല. അതിനു മുമ്പ് ഇതുമായിട്ട് ഘോഷയാത്രയോടുകൂടി ഞങ്ങൾക്ക് ഈ പ്രോഗ്രാം തന്നത്. അത് നല്ല പ്രോത്സാഹനമായി, അത് വിജയിച്ചതാണ് ഞങ്ങൾക്ക്. എൻ്റെ പേര് റൂസ്വെൽറ്റ്. 50 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പരിപാടിയുമായിട്ട് 10-40 വർഷം ഇത് കൊണ്ട് നടന്നതാണ്. ഞാനാണ് ഇതിന്റെ നേതൃത്വം നൽകി എല്ലാവരെയും പ്രോഗ്രാം ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ അത് നിങ്ങളുടെ ആ ഒരു എനർജി പറയാണ്ടിരിക്കാൻ വയ്യ. ആളുടെ ഹെൽത്ത് ഓക്കെ ആണോന്ന് അറിയില്ല, പക്ഷേ അടിപൊളിയായിരുന്നു. എല്ലാവരും ഈക്വലായിട്ട് നമ്മുടെ ചേട്ടന്മാര് അടിപൊളിയായി എല്ലാവരും നന്നായി ചെയ്തു. അങ്ങനെ അത് മൂടിക്കിടന്നു. അതോടുകൂടി ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ താറുമാറായിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചതിന് ശേഷം ഇപ്പോൾ പ്രമോദ് സാറും ബിജു സാറും കൂടെ ഞങ്ങളെ വിളിച്ചു. ഇതിനു മുമ്പ് ഒരു പ്രോഗ്രാം ചെയ്യിപ്പിച്ചു. ഓണത്തിന് മുമ്പ് ഭാരത ഭവനിൽ വിളിച്ച് ഞങ്ങളെ ഒരു പ്രോഗ്രാം ചെയ്യിപ്പിച്ചു. അത് ഭയങ്കര ഹിറ്റായി. പത്രത്തിലൊക്കെ വന്ന് എൻ്റെ ഫോട്ടോ മാത്രം പത്രത്തിൽ വന്നു. ഭയങ്കര ഡാൻസ് ഒക്കെ കളിച്ചപ്പോൾ പത്രത്തിൽ അങ്ങ് എല്ലാ പത്രത്തിലും കയറി. അതോടുകൂടി പ്രോഗ്രാം വിജയിച്ചു. പിന്നെ ഞങ്ങൾക്ക് തന്നത് ഓണഘോഷയാത്രയ്ക്ക് ഒരു പ്രോഗ്രാം തന്നു. അതും ഭയങ്കര ഹിറ്റായി. എന്നിട്ട് ഞങ്ങളുടെ ദയനീയാവസ്ഥ കണ്ട് പ്രമോദ് സാറും ബിജു സാറും കൂടെ നേതൃത്വം നൽകി ഞങ്ങൾക്ക് വീണ്ടും ഇതൊരു സൈക്കിൾ അഭ്യാസം നടത്താൻ വേണ്ടി സാഹചര്യം നൽകി. എന്റെ സ്ഥലം വലിയതുറ, എയർപോർട്ടിനടുത്ത്. അതെ, സ്വന്തം സ്ഥലം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യണം, എങ്ങനെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ പറ്റും? അതായത് ഇപ്പോൾ നമ്മുടെ കാസർഗോഡ്, കണ്ണൂരൊക്കെ ഇരിക്കുന്ന ആ ഒരു ആളുകൾ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ കോൺടാക്ട് ചെയ്യാൻ പറ്റൂ. നമ്പർ ഇവിടെ ഒന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക്. എന്റെ നമ്പർ 6238 7238 98. ഒന്നുകൂടെ പറഞ്ഞോളൂ പ്രേക്ഷകർക്ക്. 6238 7238 98. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ അത്തരത്തിലൊരു വേദി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പെർഫോം. ഭയങ്കര സന്തോഷം. ഞങ്ങൾക്ക് അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞങ്ങളുടെ ജീവിതവും മുന്നേറി വരും. ഇപ്പൊ താറുമാറായി കിടക്കുകയാണ് ഞങ്ങളുടെ ജീവിതം ഇതോടുകൂടി. അപ്പൊ ഇത് വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി. ആ പഴയ തലമുറ വീണ്ടും കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ അതിമനോഹരമായിട്ട് സന്തോഷിക്കുകയാണ്. യങ്സ്റ്റേഴ്സ് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ ഈ പ്രോഗ്രാം? എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം, ടീമിനെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് അലൂഷ്യസ് എന്നാണ്. ഞാൻ കൊച്ചു ഡാൻസുകൾ തീരത്തക്കം കളിച്ചിട്ടുണ്ട്. കൊച്ചു സ്റ്റേജിലൊക്കെ കളിച്ച് ചെറിയ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം വലിയ പ്രോഗ്രാം ഇതാണ് എൻ്റെ ഗുരുവാണ്. ഇയാളാണ് എപ്പോഴും വന്ന് വിളിക്കുമ്പോഴും വലിയ പ്രോഗ്രാം കയറിയ ഇയാളിന് ശേഷമാണ്. ഞാൻ കൊച്ചു പരിപാടികൾ കളിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് എന്നെ എവിടെ പോയാലും വിളിക്കും. ചേട്ടൻ എല്ലാവരും തിരുവനന്തപുരംകാരാണോ അതോ വേറെ ജില്ലകളാണ്? തിരുവനന്തപുരമാണ്. വെരി ഗുഡ്. ഏതാണ്? സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ കലാപരിപാടികളൊക്കെ പങ്കെടുക്കാറുണ്ട്. അതിനുശേഷം SSLC കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ടച്ച് അങ്ങ് വിട്ടുപോയി. അതിനുശേഷം ഇപ്പോൾ ഈ സൈക്ലിംഗ് പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും നാടകമുണ്ട്. നാടക അവതരണത്തിന് ക്ഷണിച്ചു. അങ്ങനെ അതിലോട്ട് വന്നു. എൻ്റെ പേര് മുരുകൻ എന്നാണ്. ഞാൻ 7ാം സ്റ്റാൻഡേർഡ് മുതൽ തന്നെയാണ് ഈ നാടകങ്ങളിൽ വളരെ താല്പര്യമായിരുന്നു. പിന്നീട് നാടകം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. അതിനുശേഷം പിന്നീട് മിമിക്രിയിലേക്ക് കടന്നു. പിന്നെ മിമിക്സ് പരേഡുമായിട്ട് നടന്നു കുറച്ച് കാലം. അതിനുശേഷം കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് തമിഴ്നാട്ടിലെ തമിഴ് നാടകത്തിൽ കോമഡി ആർട്ടിസ്റ്റ് ആയിരുന്നു, ഒരു പ്രൊഫഷണൽ ട്രൂപ്പിൽ. അപ്പോൾ ഈ കോവിഡ് വന്നതോടുകൂടിയാണ് ആ പ്രോഗ്രാം നിലച്ചത്. അങ്ങനെ ഇരുന്നപ്പോഴാണ്
ദേ ഈ ടീമുമായിട്ട് ജോയിൻ ചെയ്യുന്നത്. വെരി ഗുഡ്. എല്ലാ ഞാൻ സന്തോഷമാണ്. പറഞ്ഞല്ലോ. ഹായ്, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സുബു ചിറയങ്കിഴാണ്. ഞാൻ ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർ എന്ന പ്രോഗ്രാമിലൂടെ 15 വർഷം അതിൽ ഇരിക്കുകയാണ്. റോസ് ചെറുപ്പലിൻ്റെ ചേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത്. ഞാൻ രസികരാജ നമ്പർ 1, ഒരു ചിരി ബമ്പർ ചിരി, കോമഡി ഉത്സവം, അതിലെ എല്ലാത്തിനും ഫീമെയിൽ വേഷം കൈകാര്യം ചെയ്യുന്ന ആളാണ്. ആദ്യമായിട്ട് മനസ്സിനക്കരയിലെ ഷീലയുടെ ഫിഗർ കേരളത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന ആളാണ്. പോത്തൻ പാവേല ഉഷാ ഉതുപ്പ് ആദ്യമായിട്ട് കൊണ്ടുവന്നതാണ്. ചെമ്മീനിലെ ഷീലയുടെ ഫിഗർ ആദ്യമായിട്ട് കൊണ്ടുവന്നതാണ്. അങ്ങനെ ചാനലിലൊക്കെ ഫീമെയിൽ വേഷം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ചേട്ടൻ ഈ പ്രോഗ്രാമിൽ ഒരു ഗ്ലാമർ വേഷം ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ചത്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇത് ഞാൻ എൻ്റെ ചെറുതിൽ ഞങ്ങളെ വീട്ടിൽ എവിടെയൊക്കെ ഇങ്ങനത്തെ പ്രോഗ്രാം കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര, അത് 10 ദിവസവും 15 ദിവസമൊക്കെ ഒരു ട്രെൻഡ് അടിച്ച് പ്രോഗ്രാം ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ഒന്നും കാണാൻ പോകുമായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഇതിൻ്റെ ഒരു ഭാഗമാവാൻ ഈ ഒരു കേരളീയൻ പരിപാടിയിലൂടെ ഈ ഒരു ടീമിൻ്റെ കൂടെ ഒപ്പത്തിനൊപ്പം നിന്ന് വിജയിപ്പിക്കുവാനും അതിലൊരാളാവാനും ഭാഗ്യം കിട്ടി. ഇതിൽ പങ്കെടുത്തതിലും ഭാഗ്യം കിട്ടിയതിലും വളരെയേറെ സന്തോഷിക്കുന്നു. താങ്ക് യു. ഞാൻ ഒരു 30 വർഷത്തിന് മുമ്പേ ഈ ചേട്ടൻ്റെ കൂടെ പരിപാടിക്ക് പോയിരുന്നു. പിന്നെ അതിന് ശേഷം ഒരു 15 വർഷത്തിന് ശേഷം ഈ പരിപാടിയുമായിട്ട് ഞങ്ങൾക്ക് പരിപാടിയൊന്നും ഇല്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ ഞങ്ങളങ്ങനെ കഷ്ടപ്പെട്ട് വീട്ടിലൊക്കെ ഭയങ്കര കഷ്ടപ്പെടായിരുന്നു. മക്കളെ പഠിപ്പിക്കാനും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പക്ഷേ റിസൾട്ടേജ് ചേട്ടൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആ ബ്രദർ ഞങ്ങളെ കൊണ്ട് ഇപ്പോൾ വന്ന് അതിന് വളരെ സന്തോഷം. എല്ലാ ആശംസകളും. ഒരുപാട് പ്രോഗ്രാമുകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ചേട്ടൻ ഒരുപാട് നേരം റൗണ്ട് അടിച്ചുകൊണ്ടേയിരിക്കും, തല കറങ്ങുന്നില്ലേ? 12 മണിക്ക് വിളിക്കുന്നവരാ, വൈകുന്നേരം 6 മണിക്ക് കയറിയാൽ വിളിക്കുന്നവരാ 6 മണിക്ക് ഇറങ്ങാം, സൈക്കിളിൽ നിന്ന് ഇറങ്ങാം എന്നുള്ള ഇട്ടയായിരുന്നു. ആ കാലത്തൊക്കെ 12 മണിക്കൊക്കെ ഇറങ്ങും. നല്ല പ്രായത്തിൽ ഇപ്പോഴും കൂടി ഒരു 6 മണിക്കൂറൊക്കെ ഇങ്ങനെ കറങ്ങാം. ഓക്കെ, എന്തായാലും പിന്നെ ഹാപ്പിയാണ്. ഇപ്പോൾ കേരളീയം വന്നതുകൊണ്ട് നിങ്ങൾ പ്രോഗ്രാം കണ്ട് നിങ്ങൾക്ക് വലിയൊരു വേദി കിട്ടി. ഒരുപാട് ഹാപ്പിയാണെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാ ആശംസകളും. ഇവിടെ വന്നിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ഒരു പുത്തൻ അനുഭവമാണ്. കണ്ണിനൊക്കെ ഒരു ആനന്ദം നൽകുന്ന, റിലാക്സ് ആവുകയാണ്. നമ്മളൊക്കെ പല പ്രതിസന്ധികളും മെൻ്റലി എല്ലാം ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഓരോരുത്തർ. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ മനസ്സും ശരീരവും ഒന്നിച്ച് ഒരു സന്തോഷത്തിലാവുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇനിയും ഒരു ഉണ്ടാവട്ടെ, ഇനി അടുത്ത വർഷം ഇതുപോലെ ഉണ്ടാവട്ടെ. അപ്പോൾ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഗവൺമെൻറ്റിന് 1000 അഭിനന്ദനങ്ങൾ. ഇപ്പോൾ കണ്ടു ഇവിടെ ഓഡിയൻസൊക്കെ കുറവാണ്. അപ്പോൾ ഈ ആർട്ടിസ്റ്റുകളെ, ഒരു കലാകാരന്മാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കാര്യമാണ് നല്ലൊരു ഓഡിയൻസ്. അപ്പോൾ ഓഡിയൻസ് ആംബിയൻസ് ഇവിടെ കുറവാണ്. മഴ ആയതുകൊണ്ട്. പക്ഷെ അവർ ഓഡിയൻസ് ഇല്ലെങ്കിൽ, നമ്മളൊക്കെ ഇപ്പോൾ പാടുമ്പോൾ ഓഡിയൻസ് ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഡൗൺ ആവും. പക്ഷെ ഇവര് അതേ എനർജിയിൽ അവസാനം വരെ കളിച്ചു. അതാണ് ഞങ്ങൾക്ക് അത്ഭുതമായത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഞങ്ങൾക്ക് വേണ്ടുന്ന ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ സിനിമയിൽ മാത്രമേ സൈക്കിളിങ്ങിനും കണ്ടുള്ളൂ. ആദ്യമായിട്ടുള്ള അനുഭവമാണ്. കുറച്ച് പ്രായമായ ആൾക്കാരാണ് ലേഡീൻ്റെ വേഷത്തിൽ വന്ന് ചെയ്യുന്നത്. അത് ആ ഒരു പ്രായത്തിനെ അതിജീവിച്ച് അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്കത് കാണുമ്പോൾ നമ്മൾ ശരിക്കും ആസ്വദിക്കുകയാണ്. ഇങ്ങനെയും ചെയ്യാൻ പറ്റുമല്ലോ, അവർ ആ ഒരു പ്രായം വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. നല്ല പരിപാടി. ഇനി ഒരുപാട് പരിപാടി കാണണം. അത്രേ സെമിനാറൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം നന്നായിട്ടുണ്ട്. അതെ, ഇവരെ പോലുള്ള ഒരുപാട് കലാകാരന്മാർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഓരോ ഐറ്റവും ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ബഹുമാനം മാത്രമാണ് കലാകാരന്മാരോട്. ചേട്ടനൊക്കെ സപ്പോർട്ട് കൊടുക്കുകയാണ് അവർക്ക്. അപ്പോൾ ഒരുപാട് സന്തോഷം ഇവരെ പോലുള്ള കലാകാരന്മാരെ നേരിട്ട് കാണാൻ സാധിച്ചതിൽ. ഞങ്ങൾ വിഷ്ണുലോക മൂവിയിലാണ് ഇതൊക്കെ കണ്ടിട്ടുള്ളത് അല്ലേ. ഞങ്ങൾ റിയലായിട്ട് കാണാൻ കുറവാണ്. ഇപ്പോഴത്തെ സമൂഹത്തിന് ഇതൊന്നും അറിയില്ല. ഇതൊക്കെ മുന്നേ പണ്ടുള്ള കാലങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന തെരുവ് സർക്കസ് അങ്ങനെ അല്ലേ പറയാ, അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റി, ചേട്ടന്മാരൊക്കെ നേരിട്ട് കാണാൻ പറ്റി, വലിയ കലാകാരന്മാരൊക്കെ കാണാൻ പറ്റി. സന്തോഷം.